ഗാലക്സി വിമൻസ് ഫിറ്റ്നസ് സെന്റർ ഇപ്പോൾ അഞ്ചലിൽ. ഗാലക്സി AC ലേഡീസ് ഫിറ്റ്നസ് സെന്റർ, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. ഫുള്ളി എയർ കണ്ടീഷൻ ഫിറ്റ്നസ് സെന്ററിൽ ഓട്ടോമാറ്റിക് ആൻഡ് മാനുവൽ മെഷീൻസിന്റെ സഹായത്തോടെ നിങ്ങളുടെ പൂർണ്ണമായ ആരോഗ്യത്തിനാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അമിതവണ്ണം മൂലം വിഷമിക്കുന്നവർക്കും പ്രസവാനന്തരം വയറിന്റെ ഭംഗി നഷ്ടപ്പെട്ടവർക്കും കൂടാതെ ശരീരഭാരം കുറഞ്ഞവർക്ക് ശരീരം പുഷ്ടിപ്പെടുത്തി ശരീരകാന്തി വർദ്ധിപ്പിച്ച് ഓജസ്സും തേജസ്സും വീണ്ടെടുക്കുവാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. വെറും 3 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ അസൂയ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള മാറ്റം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു. വിദേശ നിർമ്മിതമായ തികച്ചും അണുവിമുക്തമായ ഫുൾ കവേർഡ് സ്റ്റീം ബാത്ത് ബോക്സ് ഫെസിലിറ്റിയോട് കൂടിയ ജില്ലയിലെ ആദ്യ ലേഡീസ് ഫിറ്റ്നസ് സെന്റർ. അഡ്മിഷൻ ഫീസ് ഇല്ല. ഗ്രൂപ്പ് അഡ്മിഷന് പ്രത്യേക ആനുകൂല്യങ്ങൾ, യോഗയുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രത്യേക ഫിറ്റ്നസ് പാക്കേജ്, ഡോക്ടർമാരുടെ സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകത. ഗാലക്സി AC ലേഡീസ് ഫിറ്റ്നസ് സെന്റർ, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. എ കംപ്ലീറ്റ് ലക്ഷറി ലേഡീസ് ജിം. നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളിലൂടെ ചേഞ്ച് യുവർ ലൈഫ്. പരസഹായത്തോടെ മാത്രം ജീവിച്ചിരുന്ന അനേകം രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ ചാരിതാർത്ഥ്യത്തോടെ ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 9495042901. വാതം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പക്ഷാഘാതം, തളർവാദം, സന്ധിവാദം, ആമവാദം, രക്തവാദം, ചുടുവാദം, പേശിവാദം, ടെന്നിസ് എൽബോ, ഫൈബ്രോമയാൽജിയ, സെറിബ്രൽ പാലസി, സ്പൈന ഫൈബിഡ, സിറിഞ്ചോമൈലിയ, സ്പൈനൽ കോഡിനുണ്ടാകുന്ന തകരാറുകൾ എന്നിവയ്ക്ക് പരിഹാരം. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഫിസിയോതെറാപ്പിസ്റ്റ് S. ലജീഷിന്റെ പരിചയസമ്പന്നതയും സമർപ്പണവും. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. കിഴക്കൻ മേഖലയുടെ വികസനത്തിനായി നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പ്രസിഡന്റ് KN വാസവൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കിഴക്കൻ മേഖലയുടെ വികസനത്തിനായി നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പ്രസിഡന്റ് KN വാസവൻ. മണ്ണൂരിൽ സ്ഥിതി ചെയ്യുന്ന സഹകരണ ആശുപത്രിയുടെ അവസ്ഥ ദയനീയമാകുന്നു. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തത് പോരാഞ്ഞിട്ട് രോഗികൾ പോലും ഇവിടെ എത്താറില്ല. അഞ്ചൽ പഞ്ചായത്ത് കെട്ടിടത്തിൽ മാലിന്യ കൂമ്പാരം മൂലം ബുദ്ധിമുട്ടുകയാണ് വ്യാപാരികൾ. പലരും സ്വന്തം ചെലവിലാണ് മാലിന്യം നീക്കം ചെയ്യുന്നത്. അഗസ്തിക്കോട് ഓൾഡ് LP സ്കൂളിൽ അപകട ഭീഷണി ഉയർത്തി നിന്നിരുന്ന മരങ്ങൾ മുറിച്ചുമാറ്റി തുടങ്ങി. ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദർശനത്താൽ പരിപാവനമായി തീർന്ന നെട്ടയം ഗുരുമന്ദിരത്തെപ്പറ്റി ADV ന്യൂസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. യാതൊരു വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നടത്താൻ കഴിയാത്തവരാണ് തങ്ങൾ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെ കുറ്റം പറയാൻ ശ്രമിക്കുന്നതെന്ന് മുൻ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൂരജ്. വാർത്തകൾ വിശദമായി. മണ്ണൂരിൽ സ്ഥിതി ചെയ്യുന്ന സഹകരണ ആശുപത്രിയുടെ അവസ്ഥ ദയനീയമാകുന്നു. ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തത് പോരാഞ്ഞിട്ട് രോഗികൾ പോലും ഇവിടെ എത്താറില്ല. മണ്ണൂരിലെ സഹകരണ ആശുപത്രി ദയനീയമായ സാഹചര്യത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത്. ആവശ്യത്തിന് ജീവനക്കാരെ കിട്ടാനില്ല എന്നതാണ് പ്രധാന കാരണം. ഇതുമൂലം പല ദിവസങ്ങളിലും ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കാറില്ല. സഹകരണ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് തന്നെ പ്രവർത്തനത്തിന് ആവശ്യമായ ഫണ്ടും അധികം ലഭിക്കാറില്ല.
ദൂരസ്ഥലങ്ങളിൽ നിന്നും വരുന്ന ജീവനക്കാർക്ക് താമസ സൗകര്യവും ഭക്ഷണവും ഒപ്പം ശമ്പളവും കൂടി കൊടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി സഹകരണ ആശുപത്രിക്ക് ഇല്ല എന്ന് മാനേജർ ഷൈജ വിജയൻ പറഞ്ഞു. ആശുപത്രി പരിസരമാകെ കാടുമൂടപ്പെട്ട സ്ഥിതിയാണ്. ഉത്തരവാദിത്തത്തോടെ ആശുപത്രിയുടെ പ്രവർത്തനം നോക്കി നടത്താൻ ജീവനക്കാരില്ല എന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. ഫാർമസിയിൽ രോഗികൾക്ക് നൽകാനുള്ള മരുന്നുകൾ പോലും അധികം സ്റ്റോക്കില്ല. ഇതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ രോഗികൾ അധികം ഇവിടെ വരാത്തത് കൊണ്ടാണ് മരുന്നുകൾ സ്റ്റോക്കില്ലാത്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിലവിൽ ഒരു ഡോക്ടർ ഇവിടെ ഡ്യൂട്ടിക്കായി ഉണ്ട്. എന്നാൽ താൽക്കാലിക ജീവനക്കാരുടെ പോലും ഒഴിവ് നികത്താത്തതിനാൽ നട്ടം തിരിയുകയാണ് മണ്ണൂരിലെ സഹകരണ ആശുപത്രി. ജനങ്ങൾക്ക് ആശ്രയമാകേണ്ട ഈ സഹകരണ ആശുപത്രിയിൽ എന്തെങ്കിലും നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുമെന്ന പ്രതീക്ഷയോടെ ന്യൂസ് ബ്യൂറോ അഞ്ചൽ. കിഴക്കൻ മേഖലയുടെ വികസനത്തിനായി നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് എന്ന പ്രസിഡന്റ് കെ എൻ വാസവൻ. വികലാംഗർക്ക് മുച്ചക്ര വാഹനങ്ങൾ നൽകാനും ക്ഷീര കർഷകർക്ക് സൗജന്യമായി പശുവിനെ നൽകാനും 50,000-ഓളം ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ മണ്ണ് കുടിവെള്ള നീർത്തട സംരക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനം ഉടൻ നടക്കുമെന്നും കുളത്തൂപ്പുഴ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം ഉടനെ തന്നെ ഉണ്ടാകുമെന്നും അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൻ വാസവൻ ADV ന്യൂസിനോട് പറഞ്ഞു. അഞ്ചൽ ബ്ലോക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു 4-5 പദ്ധതികൾ അതുകൊണ്ട് ഉദ്ഘാടന കർമ്മമാരാവുകയാണ്. അതിലൊന്ന് ഈ വികലാംഗർക്ക് മുച്ചക്ര വാഹനം കൊടുക്കുക എന്ന പദ്ധതി, സൈഡ് വീലോട് കൂടിയത് എന്നുവെച്ചാൽ ഹൈ സ്പീഡിൽ പോയാലും വണ്ടിക്ക് ഒരു മറിയക്കം പോലും വരത്തില്ല. അങ്ങനെയുള്ള ഫലപ്രദമായ ഒരു 55 മുച്ചക്ര വാഹനം വന്നു കഴിഞ്ഞു. മറ്റൊന്ന് കുളത്തൂപ്പുഴ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ, വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. കാര്യം പട്ടികജാതിക്കാർ, പട്ടികവർഗ്ഗക്കാർ, ആദിവാസികൾ ഇവർ തിങ്ങിപ്പാർക്കുന്ന ഈ അച്ചൻകോവിൽ മുതൽ ഏതാണ്ട് ചോഴിയക്കോട് വരെയുള്ള പ്രദേശത്തെ കിഴക്കമ്മലയോരം മുഴുവൻ ഈ CSCയുടെ കീഴിലാണ്. അവർക്ക് നമ്മളിപ്പോൾ അച്ചൻകോവിൽ നിവാസികൾക്ക് ഒരു ആംബുലൻസ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. എന്നാൽ ദിവസം 2-3 ഓട്ടമാണ്. അവർക്ക് ഫ്രീ റേറ്റിനാണ് കൊടുക്കുന്നത്. ആർക്ക് ആദിവാസികൾക്ക് 3,600 രൂപ അവർക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വേണമെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന 1,200 രൂപ ഫ്രീ റേറ്റ്. അതൊരു വലിയ മാറ്റം അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. കുളത്തൂപ്പുഴ കമ്മ്യൂണിറ്റി സെൻ്ററിൽ 3-4 പോസ്റ്റാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഒന്ന് ഈ പ്ലാസ്റ്റിക്, അതായത് നമ്മുടെ സിറിഞ്ചിൻ്റെ ഇതടക്കം അന്നുണ്ടാകുന്ന അന്ന് തന്നെ കത്തിച്ച് പൗഡറാക്കി കളയുന്ന ഒരു പദ്ധതി, അതിൻ്റെ പണി പൂർത്തീകരിച്ചു. മറ്റൊന്ന് എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങൾ ഉള്ള ഒരു മൈനർ ഓപ്പറേഷൻ തിയേറ്റർ, അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ട് 1 മാസമായി. നമുക്കൊരു അരുവിക്കരയിൽ പോയിട്ട് മിനിസ്റ്റേഴ്സിനെ ആരെയും കിട്ടാൻ പാടാക്കുന്നു. അതുപോലെ തന്നെ ആധുനിക എല്ലാ സജ്ജീകരണങ്ങളും കൂടിയ ഒരു ഫാർമസി, അത് ഫ്രീസറോട് കൂടിയത്, അല്ലാത്തതിന് AC ഘടിപ്പിച്ച് കൂള് ചെയ്ത ഒരു വിശാലമായ നല്ല ഭദ്രമായൊരു മുറി നമ്മൾ പണിത് അതിനുള്ള എല്ലാ ഏർപ്പാടും ചെയ്ത് അതിപ്പോൾ ഉദ്ഘാടനം നടക്കും. ഈ കണ്ണ് പരിശോധനയുടെ ഒരു യൂണിറ്റ്, ചെവി കേൾക്കാൻ വയ്യാത്തവരെ പരിശോധിക്കുന്നൊരു യൂണിറ്റ്, ഇതിൻ്റെ എല്ലാം ഒരു നടപടിക്രമം തുടങ്ങാനുള്ള പരിപാടി ആയിട്ടുണ്ട്. പിന്നെ പ്രധാനമായി നിങ്ങളോട് പറയാനുള്ളത്, ഒരു 4.5 കോടി രൂപയുടെ ഒരു വലിയ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി നമുക്ക് കിട്ടി. IWMP ഇൻ്റഗ്രേറ്റഡ് വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം, മണ്ണ് ജല നീർത്തട സംരക്ഷണ പദ്ധതി എന്നാണ് അതിൻ്റെ പേര്. അത് അപൂർവം ബ്ലോക്കിനെ കിട്ടിയിട്ടുള്ളൂ. അതിലൊന്ന് നമുക്ക് കിട്ടി. അതിൻ്റെ എല്ലാവിധ സർവേയും നടന്നതിൻ്റെ എല്ലാം പൂർത്തീകരിച്ച് ഡീറ്റെയിൽ പ്രൊജക്റ്റ് റിപ്പോർട്ട് ലാൻഡ് യൂസ് ബോർഡ് ഇന്നലെ തന്നു. ഈ ഒരു ഉത്സവ പ്രതിജ്ഞയോടുകൂടി ആ പദ്ധതി എനിക്ക് തോന്നുന്നു ഒരു 50,000 കുടുംബങ്ങൾക്ക് ഗുണം ചെയ്യുന്ന പദ്ധതിയാണ്. അവരെ ജീവനോപാധി, അവരെ വരുമാനം വർദ്ധിപ്പിക്കുന്ന പദ്ധതികൾ ഇതെല്ലാം ഉൾപ്പെടെ ഉണ്ടത്. മറ്റ് 2 പദ്ധതികൾ ഇപ്പോൾ നടപ്പാകുന്നത്, ഒന്ന് കന്നുകുട്ടി പരിപാലന പരിപാടി. ഒരപ്രായമായിരുന്ന പശുക്കുട്ടി ദത്തെടുക്കുക, എടുത്തിട്ട് അതിന് സൗജന്യമായി കാലിത്തീറ്റ അത് വാങ്ങിക്കൊടുക്കാനൊന്നും പാവപ്പെട്ട കർഷകന്, ഒരു പശുവുള്ളവരൊന്നും ഒരു മാർഗവുമില്ല. അവനാവശ്യമായിട്ടുള്ള പരിപൂർണമായ കാലിത്തീറ്റ അവന് കൊടുക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ്. മറ്റൊന്ന്, ഒരു പശു ഉള്ള കർഷകന് ഒരു പശുവിനെ കൊടുക്കുക സബ്സിഡിയോടുകൂടി. നമ്മൾ സബ്സിഡി കൊടുക്കാനൊക്കെ ഫുൾ പൈസ കൊടുക്കാൻ നമുക്ക് അംഗീകാരം തരത്തില്ല ഗവൺമെൻറ്. ഞങ്ങൾ ആദ്യം ഒരു പശുവിനെ വാങ്ങിക്കൊടുക്കാനായിരുന്നു പ്രൊജക്റ്റ് വെച്ചത്. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ ബ്ലോക്കിന് അധികാരമില്ല. നിങ്ങൾ സബ്സിഡി കൊടുക്കുക 50%. 50% ഒന്നുകിൽ അവർ കയ്യിൽ നിന്നിട്ട് വാങ്ങിക്കും, എല്ലാവർക്കും ബാങ്കിൽ കൊണ്ടിപ്പിച്ച് കൊടുക്കുക. രണ്ടായാലും ഒരു പശു അവർക്ക് അധികം കിട്ടിയില്ല.
ന്യൂസ് ബ്യൂറോ അഞ്ചൽ. അഞ്ചൽ പഞ്ചായത്ത് കെട്ടിടത്തിൽ മാലിന്യ കൂമ്പാരം മൂലം ബുദ്ധിമുട്ടുകയാണ് വ്യാപാരികൾ. പലരും സ്വന്തം ചെലവിലാണ് മാലിന്യം നീക്കം ചെയ്യുന്നത്. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്ന കുളത്തൂപ്പുഴ ബസ് സ്റ്റാൻഡിന് സമീപത്തെ വ്യാപാരികൾ മാലിന്യ പ്രശ്നം മൂലം നട്ടം തിരിയുകയാണ്. ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് കയറിപ്പോകുന്ന ഇടനാഴിയിലാകെ മാലിന്യം വിതറിയ നിലയിലുമാണ്. ഇതുമൂലം വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആളുകൾക്ക് കയറി ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് വ്യാപാരിയായ ഒരാൾ ADV ന്യൂസിനോട് പറഞ്ഞു. ഞാൻ ഈ പഞ്ചായത്ത് ഷോപ്പിംഗ് സെൻറ്ററിൽ 40 വർഷമായിട്ട് ട്രാവൽ ഏജൻസി നടത്തുന്ന ഒരാളാണ്. ഈ റൂമിലോട്ട് കയറി വരുന്നതിന് ഇവിടെ മേളിൽ ഒരുപാട് റൂമുകളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ആൾക്കാർക്ക് ഈ സ്റ്റെയർ കേസ് വഴി ഒരു സ്റ്റെയർ കേസ് 2 സ്റ്റെയർ കേസ് ഉണ്ട്. 2 സ്റ്റെയർ കേസിൽ ഏതെങ്കിലും വഴി വരുന്നതിന് ഇവിടെ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ചപ്പും ചവറും എല്ലാം കൂടെ കൊണ്ടിടും. രാത്രി കാലങ്ങളിൽ സാമൂഹിക വിരുദ്ധരെ വെള്ളമൊക്കെ അടിച്ചുകൊണ്ട് ഇവിടെ കഞ്ചാവ് ഒക്കെ വലിച്ചുകൊണ്ട് ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ വേസ്റ്റൊക്കെ ഇവിടെ കൊണ്ടാ തട്ടുന്നു. ഈ സ്റ്റെപ്പ് വഴി മേലോട്ട് കയറാൻ ഒക്കത്തില്ല. ഇവിടെ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. മഴങ്ങാലം വരുന്നുണ്ട്. പഞ്ചായത്ത് പല പ്രാവശ്യം പരാതി പറഞ്ഞിട്ടുണ്ട്. അവരിപ്പം നോക്കാമെന്ന് പറഞ്ഞ് ഇവിടെ സ്റ്റെയർ കേസിൻ്റെ മേളിൽ 2 ഷീറ്റ് പോയിട്ടുണ്ട്. ആ ഷീറ്റ് മാറി അതിലിവിടെയൊക്കെ വേസ്റ്റൊക്കെ ഒരുപാട് ഇറക്കുന്നത്, വെള്ളം ഇറക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ചീത്തയായി കിടക്കുന്നത്. എൻ്റെ റൂമിൽ ഇപ്പം ഞാനിപ്പോൾ പൈസ കൊടുത്തിട്ട് സ്വന്തമായിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ മെയിൻ്റനൻസ്. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാനൊക്കത്തില്ല. നമുക്ക് വേറെ പണിയൊന്നുമില്ല. പല പ്രാവശ്യം പറഞ്ഞു എപ്പോൾ ചോദിച്ചാലും ഇത് പൊളിച്ചു കഴിഞ്ഞാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. പൊളിച്ചാൽ കളഞ്ഞാൽ മതിയായിരുന്നു. പിന്നെ നമ്മൾ പൊളിക്കത്തുമില്ല, പിന്നെ വേറെ ഉണ്ടാക്കത്തുമില്ല. നമുക്കിവിടെ ഇരുന്നല്ലേ ഒക്കത്തുള്ളൂ. നമുക്ക് വേറെ മറ്റു പണികളൊന്നുമില്ല. ആൾക്കാർ കയറി വരുന്ന ആൾക്കാർ പറയുന്നത് ഇവിടെ ബോധം കെടുത്തതിന് ആശുപത്രിയൊന്നും പോകണ്ട, ഇതിലെ കയറി വന്നാൽ മതി, ഇവിടെ ബോധം കെട്ടു, ഇവിടെ വരുമ്പോൾ ബോധം കെട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടെ 2 നേഴ്സുമാർ പാസ്പോർട്ട് എടുക്കാൻ വന്നവരാ പറഞ്ഞത്. ഇപ്പോൾ ആശുപത്രി പോകേണ്ട കാര്യമില്ല, ബോധം കെടുത്തി ഈ സ്റ്റെയർ കേസ് വഴി കയറി വന്നാൽ മതി, ബോധം കിടക്കുന്നതിന് വേറെ ഒന്നും വേണ്ടെന്ന് പറയുന്നത്. ഞങ്ങളും അടുത്ത വാസ്തവത്തിൽ സുരക്ഷിതത്വത്തിൽ ഇവിടെ ഒരു ഷട്ടർ ഉണ്ടായിരുന്നു. ആ ഷട്ടർ വഴി എടുത്ത് ഇവിടെ വേറെ കുടുംബശ്രീക്ക് ഇപ്പുറത്തൊരു പണ്ടൊരു ബേക്കറി പോലെ തുടങ്ങിയായിരുന്നു. ഇത് മൂത്രപ്പരയായിട്ട് പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. വെയിറ്റിംഗ് ഷെഡിൽ ഇപ്പോൾ ആ വെയിറ്റിംഗ് ഷെഡിൻ്റെ പകുതി ഭാഗം ഓർട്ടികോപ്പിന് വിട്ടുകൊടുത്തു. അപ്പോൾ അവിടെ പെണ്ണുങ്ങളുടെ ഒരു വെയിറ്റിംഗ് ഷെഡാണ്. അവിടെ പെണ്ണുങ്ങൾക്ക് നിൽക്കാനും ഒക്കത്തില്ല. അവർക്ക് എന്തെങ്കിലും പ്രാഥമിക കാര്യങ്ങൾക്ക് പോകാനുള്ള ഒരു ഫെസിലിറ്റീസ് ഒന്നും അവർക്കൊന്നും ഇല്ല. ഷോപ്പിംഗ് കോംപ്ലക്സിനുള്ളിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ശൗചാലയങ്ങളിലേക്ക് രാത്രികാലങ്ങളിലും മറ്റും മാലിന്യം നിക്ഷേപിക്കുന്നത് പതിവാണ്. അസഹനീയമായ ദുർഗന്ധമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. വ്യാപാരികളെല്ലാം തന്നെ സ്വന്തം ചിലവിലാണ് മാലിന്യങ്ങൾ ഇപ്പോൾ നിർമ്മാർജ്ജനം ചെയ്യുന്നത്. ഏറ്റവും മുകളിലത്തെ നിലയിലെ മേൽക്കൂര തകർന്നതുമൂലം ഇടനാഴിയിലാകെ മൂകമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു. മദ്യക്കുപ്പികളുടെ കൂമ്പാരം ഒരു പ്രധാന കാഴ്ചയായി മാറിക്കഴിഞ്ഞു. മാത്രമല്ല, മുൻപ് രാത്രികാലങ്ങളിൽ അടച്ചിടാൻ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഒരു ഷട്ടർ ഉണ്ടായിരുന്നു. എങ്കിലും അത് നശിച്ചു പോയിട്ട് മാസങ്ങളായെന്നും വ്യാപാരികൾ പറയുന്നു. മരങ്ങൾ വളർന്ന് പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന് ഭീഷണിയായി നിലനിൽക്കുകയാണ്. പരിസരം മുഴുവനും മാലിന്യത്താൽ നിറഞ്ഞ് ഗ്രാമപഞ്ചായത്തിന് ഒരു നാണക്കേട് സൃഷ്ടിക്കുകയാണ്. ഇതുവരെയും ആരുടെയും കണ്ണിൽപ്പെടാതെ കിടന്ന ഈ കാഴ്ചകൾ കണ്ട് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. വാടക കൊടുത്ത് അസഹനീയമായ ചുറ്റുപാടിൽ പ്രവർത്തിക്കുന്ന പല സ്ഥാപന ഉടമകളും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ദയനീയ സ്ഥിതി തുറന്നു പറഞ്ഞെങ്കിലും ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ പലരും മടിച്ചു നിൽക്കുകയാണ്. എന്തായാലും വ്യാപാരികളുടെ പ്രശ്നത്തിൽ പഞ്ചായത്ത് അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. അഗസ്തിക്കോട് ഓൾഡ് LPS സ്കൂളിൽ അപകട ഭീഷണി ഉയർത്തിയിരുന്ന മരങ്ങൾ മുറിച്ചുമാറ്റി തുടങ്ങി. അഞ്ചൽ അഗസ്ത്യക്കോട് ഓൾഡ് LP സ്കൂളിലെ കെട്ടിടത്തോട് ചേർന്ന് നിൽക്കുന്ന 3 വൻമരങ്ങളാണ് മുറിച്ചു നീക്കുന്നത്. ഇതിന്റെ ചില്ലകൾ ഒടിഞ്ഞു വീണ് കെട്ടിടത്തിന്റെ ഓടുകൾ പൊട്ടുന്നത് പതിവായിരുന്നു. മരത്തിന് സമീപത്തു കൂടി 11 kV ലൈൻ കടന്നു പോകുന്നുണ്ട്. ലൈൻ കമ്പിക്ക് മുകളിലൂടെ റോഡിലേക്കും സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്കും പടർന്നു നിൽക്കുന്ന വൻമരങ്ങൾ സ്കൂളിന് ഭീഷണിയായിരുന്നു. മരങ്ങൾ ഭീഷണിയായി നിന്നതുമൂലം ഭീതിയോടെയായിരുന്നു രക്ഷിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് അയച്ചിരുന്നത്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന അഞ്ചൽ പുനലൂർ പാതയിൽ വൻമരങ്ങൾ വാഹനയാത്രികർക്കും ഭീഷണി സൃഷ്ടിച്ചിരുന്നു. പ്രദേശവാസികളുടെ നിരന്തര പരാതിയെ തുടർന്ന് അധികൃതർ മരങ്ങൾ മുറിച്ചു മാറ്റാൻ തയ്യാറായത്. അപകട ഭീഷണി ഉയർത്തുന്ന നിരവധി വൻമരങ്ങൾ അഗസ്ത്യക്കോട് മേഖലയുടെ പല ഭാഗങ്ങളിലായി നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള. ഗാലക്സി വിമൻസ് ഫിറ്റ്നസ് സെന്റർ ഇപ്പോൾ അഞ്ചലിൽ. ഗാലക്സി AC ലേഡീസ് ഫിറ്റ്നസ് സെന്റർ, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. ഫുള്ളി എയർ കണ്ടീഷൻ ഫിറ്റ്നസ് സെന്ററിൽ ഓട്ടോമാറ്റിക് ആൻഡ് മാനുവൽ മെഷീൻസിന്റെ സഹായത്തോടെ നിങ്ങളുടെ പൂർണ്ണമായ ആരോഗ്യത്തിനാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അമിതവണ്ണം മൂലം വിഷമിക്കുന്നവർക്കും പ്രസവാനന്തരം വയറിന്റെ ഭംഗി നഷ്ടപ്പെട്ടവർക്കും കൂടാതെ ശരീരഭാരം കുറഞ്ഞവർക്ക് ശരീരം പുഷ്ടിപ്പെടുത്തി ശരീരകാന്തി വർദ്ധിപ്പിച്ച് ഓജസ്സും തേജസ്സും വീണ്ടെടുക്കുവാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. വെറും 3 മാസം കൊണ്ട് തന്നെ
നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ അസൂയ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള മാറ്റം ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു. വിദേശ നിർമ്മിതമായ തികച്ചും അണുവിമുക്തമായ ഫുൾ കവേർഡ് സ്റ്റീം ബാത്ത് ബോക്സ് ഫെസിലിറ്റിയോട് കൂടിയ ജില്ലയിലെ ആദ്യ ലേഡീസ് ഫിറ്റ്നസ് സെന്റർ. അഡ്മിഷൻ ഫീസ് ഇല്ല. ഗ്രൂപ്പ് അഡ്മിഷന് പ്രത്യേക ആനുകൂല്യങ്ങൾ, യോഗയുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രത്യേക ഫിറ്റ്നസ് പാക്കേജ്, ഡോക്ടർമാരുടെ സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകത. ഗാലക്സി AC ലേഡീസ് ഫിറ്റ്നസ് സെന്റർ, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. എ കംപ്ലീറ്റ് ലക്ഷറി ലേഡീസ് ജിം. നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളിലൂടെ. ചേഞ്ച് യുവർ ലൈഫ്. പരസഹായത്തോടെ മാത്രം ജീവിച്ചിരുന്ന അനേകം രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ ചാരിതാർത്ഥ്യത്തോടെ ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 9495042901. വാതം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പക്ഷാഘാതം, തളർവാദം, സന്ധിവാദം, ആമവാദം, രക്തവാദം, ചുടുവാദം, പേശിവാദം, ടെന്നിസ് എൽബോ, ഫൈബ്രോമയാൽജിയ, സെറിബ്രൽ പാലസി, സ്പൈന ഫൈബിഡ, സിറിഞ്ചോമൈലിയ, സ്പൈനൽ കോഡിനുണ്ടാകുന്ന തകരാറുകൾ എന്നിവയ്ക്ക് പരിഹാരം. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഫിസിയോതെറാപ്പിസ്റ്റ് S. ലജീഷിന്റെ പരിചയസമ്പന്നതയും സമർപ്പണവും. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. വാർത്തകൾ തുടരുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദർശനത്താൽ പരിപാവനമായി തീർന്ന നെട്ടയം ഗുരുമന്ദിരത്തെപ്പറ്റി ADV ന്യൂസ് തയ്യാറാക്കിയ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെ എന്ന മഹത് സന്ദേശം മാനവർക്ക് നൽകിയ ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദർശനത്താൽ പുണ്യഭൂമിയായി തീർന്ന സ്ഥലമാണ് നെട്ടയം. 3 തവണ ഗുരുദേവൻ ഇവിടെ വന്നിട്ടുള്ളതായി പഴമക്കാർ പറയുന്നു. ഗുരുദേവൻ നെട്ടയം ഗുരുമന്ദിരം സ്ഥിതി ചെയ്യുന്നതിന് സമീപത്തായി ഒരു വേൽ നാട്ടിയെന്നും എന്നാൽ ആര് ശ്രമിച്ചിട്ടും അത് ഊരിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നും നെട്ടയം ഗുരുമന്ദിരം വൈസ് പ്രസിഡന്റ് സോമശേഖരൻ പറഞ്ഞു. ഇവിടെ കാടുമായിട്ട് പിടിച്ചു കിടക്കുന്ന സമയത്ത് ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. പലർക്കും ഇവിടെ വന്നതിന് ശേഷം അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും കൊടുത്തു 3 പ്രാവശ്യം ഇവിടെ വന്നതായിട്ടാണ് ഐതിഹ്യം. ഗുരുദേവൻ അങ്ങനെ വന്ന് ഇവിടെ ഈ സ്ഥലത്ത് വന്നിരിക്കുകയും ഇവിടെ അങ്ങനെ ഗുരുദേവൻ്റെ വന്നതിന് ശേഷം അന്ന് ഇവിടെയുള്ള ജനപ്രതിനിധികളും എല്ലാവരും പറഞ്ഞു ഗുരുദേവന് വേണ്ടി അവൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു അമ്പലം പണിയണമെന്ന് പറഞ്ഞു. അന്ന് ഗുരുദേവൻ പറഞ്ഞു, നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ ഒരു വേല് കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു വേല് കൊണ്ടുവന്ന് ആ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ചു. എൻ്റെ അവിടെ കുഴിച്ചു വെച്ചു. ഒരു ശിഷ്യൻ ചോദിച്ചു, ഗുരുദേവ, ഇതിങ്ങനെ ഇവിടെ വെച്ചാൽ പട്ടികളും ഇതുമൊക്കെ പോകുന്നതല്ലേ, അത് വന്ന് തട്ടിയെടുത്ത് കളയത്തില്ലയോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്നാൽ അദ്ദേഹത്തെ വിളിച്ച് രാമ നീ എന്നാ വേലിഞ്ഞെടുത്തുകൊണ്ട് വന്നു പറഞ്ഞു. രാമൻ ചെന്ന് പിടിച്ചണക്ക് ആ വേല ചലിക്കുകയോ അനങ്ങുകയോ ചെയ്തില്ല. അന്നേരം മറ്റുള്ളവരെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും ശിഷ്യന്മാരും നോക്കിയണക്കെയും അത് അവിടുന്ന് ചലിച്ചിട്ടില്ല. അങ്ങനെ ഗുരുദേവൻ വേല് പ്രതിഷ്ഠിച്ചെടുത്താണ് ഇപ്പം സുബ്രഹ്മണ്യ കോവിൽ ഉണ്ടായിരിക്കുന്നത്. ഗുരുമന്ദിരത്തിന് സമീപത്തായി പുതിയ കെട്ടിടങ്ങൾ 50 ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്നുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങൾക്കായി ഒരു ഭക്തൻ 1 ലക്ഷത്തോളം രൂപ നൽകിയിട്ടുണ്ട്. എന്നാൽ തുടർ പ്രവർത്തനങ്ങൾക്കായി ആളുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഭാരവാഹികൾ. പ്രദേശവാസികൾക്കും നെട്ടയം ഗുരുമന്ദിരത്തെപ്പറ്റി ഏറെ കഥകൾ പറയാനുണ്ട്. പ്രകൃതി സൗന്ദര്യം നിറഞ്ഞതും സമീപത്ത് സ്ഥിതി ചെയ്യുന്ന വിദ്യാലയവും ഒക്കെ കൂടി ഗുരുമന്ദിരത്തിന് ശാന്തത കൈവരിക്കുന്നുണ്ട്. മനസ്സിനെ ശാന്തമാക്കാനും ഗുരുദേവ സന്ദർശനം നടത്തിയ നെട്ടയം ഗുരുമന്ദിരം അഞ്ചലിലെ പ്രദേശവാസികൾക്ക് ഏറെ അഭിമാനകരമായ സ്ഥലം തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. യാതൊരു വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്തവരാണ് തങ്ങൾ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതെന്ന് മുൻ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൂരജ്. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ LDF ഭരണസമിതികൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനാണ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ സക്കീർ ഹുസൈൻ ശ്രമിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് അഞ്ചൽ സൂരജ് കുറ്റപ്പെടുത്തി. 2005-10 കാലയളവിൽ ഞാൻ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിച്ചിരുന്നതാണ്. ആ കാലയളവിലെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അന്ന് തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ ചിലതെല്ലാം പൂർത്തീകരിച്ചു. കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ശ്രീ സക്കീർ ഹുസൈൻ പറഞ്ഞത്, സിവിൽ സ്റ്റേഷൻ ഞാൻ ആണ് ഇതിൻ്റെ ആൾ, പോലീസ് സ്റ്റേഷൻ മാറ്റി സ്ഥാപിച്ചത് ഞാനാണ്, കുരീകോണത്ത് ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടുവന്നത് ഞാനാണ്, ആർച്ചൽ മാർക്കറ്റിൻ്റെ വികസനം നടത്തിയത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി ഇങ്ങനെ
വർത്തമാനമൊക്കെ പറഞ്ഞ് നടന്നു. ഒരു സുപ്രഭാതത്തിൽ ഇതൊന്നും താനല്ല എന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ്, സൂരജ് അഞ്ചൽ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സമയത്ത് എന്താ ചെയ്തത്? പഞ്ചായത്തിൻ്റെ വസ്തുക്കളൊക്കെ സിവിൽ സ്റ്റേഷൻ പണിയാൻ കൊടുത്തു, പോലീസ് സ്റ്റേഷൻ പണിയാൻ കൊടുത്തു, ആർത്തിൽ മാർക്കറ്റിന് പിന്നെ ഒരുപാട് പൈസ ആവശ്യമില്ല. ഇതെന്തൊരു വർത്തമാനമാണ്? അതാണ് പഴയ അമ്മയുടെ കുഞ്ഞിൻ്റെ കഥ ഞാൻ പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥ അമ്മ ഒരു കുട്ടിയെ നശിപ്പിക്കാൻ നിൽക്കത്തില്ല. ആരാ നശിപ്പിക്കാൻ നിൽക്കുന്നത്? ആ അവസ്ഥയിലേക്ക് കഴിഞ്ഞ 3 വർഷക്കാലം അഞ്ചൽ പഞ്ചായത്തിൻ്റെ വികസനത്തിന് തടസ്സമായി നിന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ മാറിയതിൽ എനിക്ക് വിഷമമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ താൻ പരാജയപ്പെട്ടെങ്കിലും നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യമുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ അഞ്ചൽ ബദറുദ്ദീനെ മാർക്കറ്റ് ജംഗ്ഷനിൽ വെച്ച് മർദ്ദിച്ച സക്കീർ ഹുസൈൻ അക്രമം കാട്ടാനാണ് പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളതെന്നും അഞ്ചൽ സൂരജ് കൂട്ടിച്ചേർത്തു. 32 അംഗനവാടികൾ മികച്ച നിലയിലാക്കിയെന്ന് അവകാശപ്പെടുന്ന സക്കീർ ഹുസൈൻ സ്വന്തം വാർഡിലെ അംഗനവാടിയുടെ ദുരവസ്ഥയ്ക്ക് പോലും ഇതുവരെ പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ലെന്നും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് അഞ്ചൽ സൂരജ് കൂട്ടിച്ചേർത്തു. എന്നാൽ ഞാനും ചോദിച്ചോട്ടെ, ഒരുപാട് കാര്യങ്ങളങ്ങ് പറയുകയാണ്. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ 48 നമ്പർ അംഗനവാടി മുതൽ 80 വരെയുള്ള അംഗനവാടികൾ 33 എണ്ണമാണുള്ളത്. വ്യക്തതയോടുകൂടിയാണ് പറയുന്നത്. പക്ഷേ ഏറ്റവും പഴയ അംഗനവാടി 99 തുടങ്ങിയത് അഞ്ചൽ മാർക്കറ്റ് വാർഡിലാണ്. ആ വാർഡിലെ ജനപ്രതിനിധിയായി സക്കീർ ഹുസൈൻ പലതവണ ജനപ്രതിനിധിയായി വന്നിട്ടുണ്ട്. പഴയ അംഗനവാടികളിൽ കെട്ടിടമില്ലാത്ത ഏക അംഗനവാടി ആ വാർഡിൽ മാത്രമാണ്. 15-ാം വാർഡിൽ ഒരു അംഗനവാടിയുണ്ട്. ആ അംഗനവാടി നിങ്ങൾ പോയി ചാനലുകാർ കാണണം. ആ അംഗനവാടിയുടെ സ്ഥിതി വളരെ ശോചനീയമാണ്. കെട്ടിടമില്ല, അതുകൊണ്ട് തന്നെ വൈദ്യുതിയില്ല, അതുകൊണ്ട് തന്നെ ഗ്യാസ് കണക്ഷനില്ല, അതുകൊണ്ട് തന്നെ ഫാനില്ല, കുട്ടികൾക്ക് ഒരുവിധ സൗകര്യവുമില്ല. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. അഗസ്തിക്കോട് 150 നമ്പർ അങ്കണവാടി കെട്ടിടത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. അഞ്ചൽ അഗസ്ത്യക്കോട് 150 നമ്പർ അങ്കണവാടി കെട്ടിടത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന വലിയ വൃക്ഷം അപകടാവസ്ഥയിലായിരിക്കുകയാണ്. അങ്കണവാടിയുടെ പ്രവർത്തനത്തിനും കുട്ടികൾക്കും ഭീഷണി ഉയർത്തി നിൽക്കുന്ന വൃക്ഷത്തിന് സമീപത്തു കൂടിയാണ് KSEBയുടെ 11 kV ലൈനും കടന്നുപോകുന്നത്. മരം പിഴുതു വീണാൽ വലിയ അപകടമുണ്ടാകുമെന്നും അപകടാവസ്ഥയിലായ മരം മുറിച്ചു മാറ്റാൻ അധികൃതർ തയ്യാറാകണമെന്നും അങ്കണവാടി ടീച്ചർ പറഞ്ഞു. മരം ഈ അംഗൻവാടി കെട്ടിടത്തോട് ചേർന്നിരിക്കുന്ന മരത്തിന് ഒരു സൈഡിൽ മണ്ണില്ലാതെ പല സമയങ്ങളിലും കാറ്റടിക്കുമ്പോൾ നല്ല ശക്തമായ കുലുങ്ങുകയും ഈ കെട്ടിടത്തിന് തന്നെ ഭീഷണിയായി കൊച്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു അംഗൻവാടിയായത് ഈ കെട്ടിടത്തിന് തന്നെ ഭീഷണിയായിട്ട് പലപ്പോഴും മാറുന്നുണ്ട്. തൊട്ടടുത്തായിട്ട് 11 kV ലൈനും പോയിട്ടുണ്ട്. അതിലും വീണാലും നല്ലൊരു അപകടം സാധ്യതയുള്ളൊരു ഇതായിട്ട് മാറിയേക്കും ഈ മരം. ഇതെങ്ങനെയെങ്കിലും ഇതൊന്ന് മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കുമാറാകണമെന്ന് ഈ സംഭവം അധികാരികളെ അറിയിച്ചിരുന്നു. അധികാരികളെ അറിയിച്ച് കളക്ടർക്ക് മുമ്പ് ഒരു പരാതി 1 വർഷത്തിന് മുമ്പ് കൊടുത്തതുമാണ്. എന്നിട്ട് ഒരു നടപടി ഇതുവരെ ആയിട്ടില്ല. ഇതിപ്പോഴാണെങ്കിൽ പഞ്ചായത്തിലും അറിയിച്ചു, പഞ്ചായത്ത് കമ്മിറ്റിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതുമോ ഗ്രാമസഭയിലും ഒക്കെ അറിയിച്ചിട്ടുള്ളതുമോ ഒരു നടപടി ഇതുവരെ ആയിട്ടില്ല. ഇതെന്തെങ്കിലും ഒന്ന് ചെയ്തേ എത്രയും പെട്ടെന്ന് ചെയ്തെങ്കിലേ പറ്റൂ. ഒരു സൈഡിൽ ഒരു ശകലം പോലും മണ്ണില്ലാത്ത ഒരു അവസ്ഥയിലാണ്. എപ്പോഴും ഇത് വേരെല്ലാം ഇങ്ങനെ ഇളകി കിടക്കുന്ന ഒരു അവസ്ഥ. അത് എപ്പം വീഴാനും സാധ്യതയുള്ളതാണ്. പേടിച്ച് കുട്ടികളെ പലപ്പോഴും മഴ വരുന്ന സമയത്ത് പുറത്തിറക്കി നിർത്താറുള്ളത്. ഏതു സമയവും പിഴുതു വീഴാമെന്ന നിലയിലുള്ള വൃക്ഷം മുറിച്ചു മാറ്റി അപകട ഭീതിയിൽ നിന്നും അങ്കണവാടി കുട്ടികളെ രക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. കൊല്ലത്ത് മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ അഞ്ചൽ പ്രസ് ക്ലബ് പ്രതിഷേധം രേഖപ്പെടുത്തി. കൊല്ലത്ത് മാധ്യമപ്രവർത്തകരെ കൈയേറ്റം ചെയ്യാൻ ഉള്ള ശ്രമത്തെ അഞ്ചൽ പ്രസ് ക്ലബ്ബ് ശക്തിയായി പ്രതിഷേധിക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണുകളിൽ ഒന്നായ മാധ്യമത്തെ തകർക്കുവാനുള്ള ഏതൊരു ശ്രമവും നിന്ദ്യവും പ്രതിഷേധാർഹവുമാണ്. കൊല്ലത്ത് നടന്ന സംഭവം യാദൃച്ഛികമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുകയില്ല. സമീപകാല സംഭവങ്ങൾ, മാധ്യമ പ്രവർത്തകർക്ക് നേരെ നടക്കുന്ന സമീപകാല സംഭവങ്ങൾ അതാണ് വെളിച്ചം വീശുന്നത്. സാക്ഷര കേരളത്തിൽ തന്നെ മാധ്യമ പ്രവർത്തകർക്ക് നേരെ മുമ്പും ഇത് സമാനമായ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലും സമാനമായ രീതിയിലുള്ള ആക്രമണങ്ങളാണ് മാധ്യമപ്രവർത്തകർ നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഇത് തികച്ചും പ്രതിഷേധാർഹമാണ്. സമൂഹത്തിലെ എല്ലാ കൊള്ളിരായ്മകളെയും എതിർക്കുന്നത് അത് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതിനും അതുവഴി അവർക്ക് ശിക്ഷാ നടപടികൾ നേടിക്കൊടുക്കുന്നതിലുമൊക്കെ
പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് മാധ്യമങ്ങളാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് നിസ്സാരമായ ചില കാര്യങ്ങളുടെ പേരിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇത് ഈ കൊല്ലത്ത് നടന്ന ഈ സംഭവം തികച്ചും യാദൃച്ഛികമായിട്ട് ആയിരിക്കാം ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. ഈ സംഭവം അറിഞ്ഞ ഉടനെ അവിടെ എത്തിയ മാധ്യമപ്രവർത്തകരായ മറ്റ് സുഹൃത്തുക്കളെയും തടിച്ചുകൂടിയ ഒരു പറ്റം തൊഴിലാളികൾ ആക്രമിക്കുകയാണ് ഉണ്ടായത്. ഇതിലെ ജനം TV റിപ്പോർട്ടറായിട്ടുള്ള ശ്രീ KV ശ്യാമപ്രസാദ്, കൈരളി TVയുടെ ക്യാമറാമാൻ പ്രമോദ് പന്നിയോട്, അതിൻ്റെ തന്നെ റിപ്പോർട്ടറായിട്ടുള്ള ശ്രീ രാജ്കുമാർ എന്നിവർ ആക്രമണത്തിൽ പരിക്കേറ്റ് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോലീസ് വളരെ നിഷ്ക്രിയമായിട്ടാണ് പെരുമാറുന്നത് എന്നുള്ളതാണ് തുടർന്നുള്ള സംഭവങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഇത്രയും സംഭവം നടന്നിട്ടും ഒരാളിനെ മാത്രമാണ് ഈ സംഭവ സ്ഥലത്ത് നിന്നും പോലീസിന് കസ്റ്റഡിയിൽ എടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ, അഞ്ചൽ പ്രസ് ക്ലബിൻ്റെ അഭിപ്രായത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ പ്രതികളെ എത്രയും പെട്ടെന്ന് തന്നെ പിടികൂടി നിയമപരമായുള്ള ശിക്ഷ നൽകണം എന്നുള്ളതാണ്. അപ്പം ഈ നടപടിയിൽ അഞ്ചൽ പ്രസ് ക്ലബിൻ്റെ ശക്തമായ പ്രതിഷേധം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കിഴക്കൻ മേഖലയുടെ വികസനത്തിനായി നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പ്രസിഡന്റ് KN വാസവൻ. മണ്ണൂരിൽ സ്ഥിതി ചെയ്യുന്ന സഹകരണ ആശുപത്രിയുടെ അവസ്ഥ ദയനീയമാകുന്നു. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തത് പോരാഞ്ഞിട്ട് രോഗികൾ പോലും ഇവിടെ എത്താറില്ല. അഞ്ചൽ പഞ്ചായത്ത് കെട്ടിടത്തിൽ മാലിന്യ കൂമ്പാരം മൂലം ബുദ്ധിമുട്ടുകയാണ് വ്യാപാരികൾ. പലരും സ്വന്തം ചെലവിലാണ് മാലിന്യം നീക്കം ചെയ്യുന്നത്. അഗസ്തിക്കോട് ഓൾഡ് LP സ്കൂളിൽ അപകട ഭീഷണി ഉയർത്തി നിന്നിരുന്ന മരങ്ങൾ മുറിച്ചുമാറ്റി തുടങ്ങി. ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദർശനത്താൽ പരിപാവനമായി തീർന്ന നെട്ടയം ഗുരുമന്ദിരത്തെപ്പറ്റി ADV ന്യൂസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. യാതൊരു വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നടത്താൻ കഴിയാത്തവരാണ് തങ്ങൾ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെ കുറ്റം പറയാൻ ശ്രമിക്കുന്നതെന്ന് മുൻ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൂരജ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്തെവിടെ നിന്നും ADV ന്യൂസ് കാണുവാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.